ഏതൊക്കെ കോർപ്പറേറ്റുകൾ ഏതൊക്കെ പാർട്ടികൾക്ക് പണം കൊടുത്തു എന്ന വിവരം ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലും സുപ്രീം കോടതിയിൽ തലകുത്തി മറിഞ്ഞു നോക്കി നടന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ കോർപ്പറേറ്റ് സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവസാനത്തെ കച്ചിത്തുരുമ്പ് പോലും പിടിച്ചു നോക്കി. സമ്പൂർണ്ണ വിവരങ്ങൾ കൊടുക്കണം എന്ന് കഴിഞ്ഞ ദിവസം കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടും ഈ മാച്ചിങ് കോഡ് കൊടുക്കാതെ കള്ളക്കളി കളിക്കുകയായിരുന്നു SBI. അത് ഇന്നോടുകൂടി കോടതി തീർത്തിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും കൊടുത്ത് SBIയുടെ MD സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭരണകക്ഷിക്ക് മടിയിൽ കനമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത്രയും വെപ്രാളം. അഭിലാഷ്, ഈ വിഷയത്തിൽ 20,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് രാജ്യത്ത് ചിലവാക്കിയിട്ടുള്ളത്. അതിൽ 6,000-ഓളം കോടി രൂപയാണ് BJPക്ക് കിട്ടി എന്ന് പറയുന്നത്. ബാക്കി 14,000 കോടി രൂപയും അപ്പം മറ്റ് പാർട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അല്ല, ഈ 14,000-ന്റെ കണക്ക് ഏത് കണക്കാണ്? കോൺഗ്രസ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2019 ഏപ്രിൽ 12 മുതൽ ഏറ്റവും ഒടുവിൽ 2024 വരെ ഉള്ള കണക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ ആകെ 12,000 കോടിയേ ഉള്ളൂ. അപ്പൊ പിന്നെ 14,000 കോടി മറ്റു പാർട്ടികൾക്ക് കിട്ടിയെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ശരി, നമുക്ക് കണക്കുകളിലെ കളി വിട്ടേക്കാം. 6,000 കോടി രൂപയല്ലേ BJP കിട്ടിയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും അത്രത്തോളമോ അതിലേറെയോ തുക, അപ്പൊ 52% അപ്പുറത്ത് കിടക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും 52% തുക കിട്ടിയിട്ടുള്ളത് മറ്റു പാർട്ടികൾക്കാണ്. BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. 16 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു സംസ്ഥാനം മാത്രം ഭരണമുള്ള തൃണമൂൽ കോൺഗ്രസിന് എങ്ങനെയാണ് 1,700 കോടി രൂപ കിട്ടിയത്? ഒരു സംസ്ഥാനത്ത് മാത്രം ഭരണമുള്ള DMKക്ക് എങ്ങനെയാണ് 680 കോടി രൂപ 690 കോടി രൂപ കിട്ടിയത്? ഇനി പോട്ടെ, കോൺഗ്രസിന് 1,400 കോടി രൂപ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ പണമെല്ലാം എങ്ങനെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്? ഇതെല്ലാം അഴിമതി പണമാണോ? ഇവിടെ വാസ്തവത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് രീതി സുതാര്യമാക്കുകയും ആ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിലേക്ക് വൈറ്റ് മണി വരികയും അതിൽ ഉണ്ടായിരുന്ന കള്ളപ്പണ ഇടപാട്, സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികാരമുള്ളവർക്ക് പണം വന്ന വഴി അതിനകത്ത് നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് രാജ്യത്ത് കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് 48%. തൊട്ടടുത്തത് 12% കിട്ടിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്. പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്. ആ തൃണമൂൽ കോൺഗ്രസിന് തന്നെ കഴിഞ്ഞ തവണ അധികാരം കിട്ടിയതിന് ശേഷമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി വന്ന പണത്തിന്റെ കൂടുതൽ ഭാഗവും വന്നിരിക്കുന്നത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുള്ള രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങൾ, രാജസ്ഥാനും ഇടക്കാലത്ത് മധ്യപ്രദേശും ഒക്കെ ഈ കാലയളവിൽ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് 3-ാം സ്ഥാനം 11% കിട്ടുന്നു. അതിനുശേഷമോ ഒറ്റ സംസ്ഥാനം തെലങ്കാന എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനം ഭരിക്കുന്ന BRSന് 1,000-ലധികം കോടി രൂപ, ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന YSRCPക്ക്, ഒഡീഷ ഭരിക്കുന്ന BJDക്ക്, തമിഴ്നാട് ഭരിക്കുന്ന DMKക്ക്, അതായത് അധികാരമുള്ള ആളുകൾക്ക് പണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ക്വിഡ് പ്രോക്കോയാണ്. സാധാരണ നിലയിൽ കൈക്കൂലി എന്താ പറയാ, ഈ മേശക്കടിയിലൂടെ തിരികെ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ കൈക്കൂലിയെ സ്ഥാപനവൽക്കരിച്ചു, കൈക്കൂലിയെ ലീഗലൈസ് ചെയ്തു. ഇത് ലീഗലൈസ്ഡ് ബ്രൈബാണെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അധികാരികൾക്ക് പണം കൊടുക്കാനുള്ള മാർഗമായി ഇലക്ടറൽ ബോണ്ടിനെ മാറ്റി. അഭിലാഷേ, തടസ്സപ്പെടുത്താതെ കുറച്ച് സമയം തരണം. ഈ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യാനന്തരം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിങ് നടന്നിരുന്നതെന്നുള്ള ആർക്കാണ് അറിയാത്തത്? അതൊരു പരസ്യമായിട്ടുള്ള രഹസ്യമല്ലേ? ആ കള്ളപ്പണ ഇടപാട് അവസാനിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് പണം കൊടുക്കുന്ന ആളുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ അത് പണം കൊടുക്കുന്ന കമ്പനികളുടെ ബാലൻസ് ഷീറ്റിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന ഇലക്ഷൻ അഫിഡവിറ്റിലും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന അഫിഡവിറ്റിലും ആ പണം റിഫ്ലക്ട് ചെയ്യും. ആ രീതിയിലുള്ള സുതാര്യമായിട്ടുള്ള ഒരു ഇടപാട് കൊണ്ടുവരണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ഇലക്ട്രൽ റിഫോംസിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നടപടിയായിരുന്നു ഈ ഫണ്ടിങ്, ഇലക്ട്രൽ ഫണ്ടിങ് എന്ന് പറയുന്നത്, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ആ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പരിപാടി ലോകത്ത് മറ്റ് പല രാജ്യങ്ങളും നടക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ സുപ്രീം കോടതി അത് കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചിരിക്കുന്നു. ആ വിധിക്കെതിരായി ഞങ്ങൾക്കൊന്നും പറയാനില്ല. വിധി സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു, സ്വാഭാവികമാണ്, അതനുസരിക്കേണ്ട ബാധ്യത രാജ്യത്ത് എല്ലാവർക്കും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ 6,000 കോടി രൂപ കിട്ടിയ BJPക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കൂടുതൽ പിന്തുണയ്ക്കുന്ന പാർട്ടിക്ക് കൂടുതൽ ആളുകൾ സംഭാവന നൽകുമെന്നുള്ളത് ലോജിക്ക് മാത്രമാണ്. അല്ല, അത് കേരളം ഭരിക്കുന്ന പാർട്ടി CPM അല്ലേ? ദേശാഭിമാനി നമുക്ക് അതിൽ എങ്ങനെയൊക്കെ പണം കിട്ടി എന്നുള്ളതിന്റെ വിശദാംശം, അതായത് ആരൊക്കെ പണം നൽകി എന്ന് പറയാനുള്ള തടസ്സം എനിക്ക് ആ കാര്യത്തിൽ ഞങ്ങളാണ് വലിയ പാർട്ടി, ഞങ്ങൾക്കാണ് അതുകൊണ്ട് ലോജിക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു വളരെ സുപ്രധാനമായ ചോദ്യമുണ്ട്. കഴിഞ്ഞ 2019 ഏപ്രിൽ മാസം 12-ാം തീയതി അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ വിധി അനുസരിച്ച് രാഷ്ട്രീയ കക്ഷികൾ
രാഷ്ട്രീയ കക്ഷികൾ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പണത്തിന്റെ വിവരങ്ങളാണ്. അതിൽ ദാതാവ് ആരാണ്, എത്ര തുക കിട്ടി, ആ തുക ക്രെഡിറ്റായ ബാങ്ക് അക്കൗണ്ട് ഏതാണ്, ക്രെഡിറ്റായ തീയതി ഏതാണ്, ഇത്രയും കാര്യങ്ങൾ പറയണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു, വിധിച്ചിരുന്നു. അതനുസരിച്ച് സമ്പൂർണ്ണ വിവരം കൊടുത്തിട്ടുള്ള ഒരേ ഒരു പാർട്ടി DMK മാത്രമാണ്. അതുകൊണ്ടാണ് സാന്റിയാഗോ മാർട്ടിന്റെ 509 കോടി രൂപ DMKക്ക് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. BJP കൊടുത്തിട്ടില്ല ഇതുവരെ. BJP എന്താണ് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത്? നിയമപ്രകാരം അതിനുള്ള ബാധ്യത ഞങ്ങൾക്കില്ലെന്നാണ്. കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടില്ല. നിങ്ങൾ SBIയോട് ചോദിക്കുമെന്നാണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസ് കൊടുത്തിട്ടില്ല. DMK ആണ് 2024 വരെയുമുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ശരി താങ്കൾ പറഞ്ഞു ഇത് ഞങ്ങൾ ഇലക്ഷൻ സിസ്റ്റത്തെ ശരിയാക്കാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ വിവരം നൽകാത്തത്? ആരൊക്കെ, ഏതൊക്കെ ആളുകൾ ഇന്ന പാർട്ടികളെ ഫണ്ട് ചെയ്തു എന്ന വിവരം ജനങ്ങളെ അറിയിക്കാൻ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? അതിൽ പ്രശ്നമുണ്ട് അഭിലാഷ്. അതിലൊരു സാമാന്യ നീതിയുടെ പ്രശ്നം അതിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാജ്യത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് BJPക്ക് സംഭാവന ചെയ്തൊരു പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേറ്റ് നിങ്ങൾ വിചാരിക്കൂ, കോൺഗ്രസിന് സംഭാവന കൊടുക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ആ വിവരം പുറത്തു വന്നാൽ BJP തങ്ങളെ ഉപദ്രവിക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ടാകും. അതുപോലെ BJPക്ക് സംഭാവന വന്നിട്ടുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് കോൺഗ്രസ് വലുതും ചെയ്യുമെന്ന ഭയം ഉണ്ടാകും. അത്തരം ഭയമില്ലാതെ തന്നെ ഇലക്ട്രൽ ഫണ്ടിങ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അത് വൈറ്റായിട്ട് ചെയ്യണം. ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് വന്നുള്ള പണം മുഴുവൻ അത് വൈറ്റ് മണിയാണ്. ഇവിടെ നേരത്തെ നടന്നിരുന്നത് പൂർണ്ണമായിട്ടും കള്ളപ്പണ ഇടപാടിനെ ആശ്രയിച്ചിരുന്ന രംഗത്ത് നിന്ന് അതിനെ മാറ്റിക്കൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും ഒരു സുതാര്യമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. അത് പൂർണ്ണമായിട്ടും ഒരു ഫെയർ ആയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പൂർണ്ണമായിട്ടും ലൂപ്പ് ഹോളുകൾ ഇല്ലാത്ത സിസ്റ്റം ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇതൊരു ശ്രമമായിരുന്നു. ആ ശ്രമത്തെ സുപ്രീം കോടതി നിരാകരിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ പണം കിട്ടിയിട്ടുള്ളതിൽ കോൺഗ്രസും ഉണ്ട്, മറ്റെല്ലാ പാർട്ടികളും ഉണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ, DMKയുടെ കാര്യം പറഞ്ഞല്ലോ. DMK കണക്ക് കൊടുത്തു. DMKയുടെ ഫണ്ടിങ്ങിൽ 90% ഒരു ഒറ്റ കമ്പനിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പൊ എവിടെ അഴിമതി നടന്നിരിക്കുന്നത്? ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളാരൊക്കെ? അല്ല, അവിടെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ ആക്ഷേപം 509 കോടി രൂപ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടിക്ക് സാന്റിയാഗോ മാർട്ടിൻ എന്ന ഒരൊറ്റ വ്യവസായിയിൽ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻ എന്ന ഒറ്റ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നു. ഈ ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷനെ കുറിച്ച് എന്തുമാത്രം പരാതികൾ! ഇതൊരു ഫ്രോഡ് കമ്പനിയാണ്. അവർ നടത്താത്ത നിയമലംഘനങ്ങളില്ല. താങ്കൾ പറഞ്ഞ പരിശുദ്ധമായ പരമപവിത്രമായ ഇലക്ഷൻ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ തുക ഈ രാജ്യത്തെ നമ്പർ 1 ഡോണർ ആയിരിക്കുന്നത് ഈ കള്ളനായ സാന്റിയാഗോ മാർട്ടിനാണ്. അതിന്റെ 509 കോടി രൂപ DMKക്ക് പോയെങ്കിൽ ബാക്കി തുക എവിടേക്ക് പോയി എന്നുള്ളതാണ് പ്രശ്നം. 2023 സെപ്റ്റംബർ 23 ശ്രീ സന്ദീപ് വാര്യർ MHA 8 സംസ്ഥാനങ്ങൾക്ക് കത്തയക്കുന്നു. ഗുരുതരമായ ക്രമക്കേട് നടത്തുന്നു ഈ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞുകൊണ്ട്. തൊട്ടടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ 190 കോടിയുടെ ബോണ്ട് വാങ്ങിച്ചിരിക്കുകയാണ് ഈ മാർട്ടിൻ. ഇങ്ങനെ അന്വേഷണ ഏജൻസികളോ നിയമ സംവിധാനങ്ങളോ ഒക്കെ ആക്ട് ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന ആളുകളൊക്കെ ബോണ്ട് വാങ്ങുന്നുണ്ട്. രാജ്യത്തെ 1-ാം നമ്പർ തട്ടിപ്പുകാരൻ, രാജ്യത്തെ 1-ാം നമ്പർ ഇലക്ട്രൽ ബോണ്ട് ദാതാവുന്നത് എങ്ങനെയാണ്? താങ്കളുടെ സിസ്റ്റം വളരെ സുതാര്യവും നല്ലതുമാണെങ്കിൽ. അല്ല അഭിലാഷ്, ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ട്രൽ ബോണ്ട് ഇല്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ബ്രൈബ് ചെയ്യാൻ ഇവർക്ക് ഓപ്ഷൻസ് ഇല്ലേ? ഇതിനു മുമ്പ് ബ്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആളുകൾ? അപ്പൊ ഇത് ബ്രൈബിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് ന്യായമില്ല. DMKക്ക് പണം കൊടുത്തിട്ടുള്ളത് അല്ല, ഞാൻ പറയട്ടെ, അല്ല തെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴാണ് കൂടുതൽ അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പറയൂ, ഇനി ഇത്തരത്തിൽ രാജ്യത്ത് കള്ളപ്പണ ഇടപാട് നടക്കില്ല, ഈ ഇലക്ഷൻ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികൾ പണം കൊടുക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ കമ്പനികളിൽ നിന്ന് പണം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതെല്ലാം നേരത്തെ സംഭവിച്ചിരുന്ന കാര്യങ്ങളാണ്. ആ സംഭവിച്ചത് ഇപ്പോൾ സുപ്രീം കോടതിക്ക് ഉത്തരവ് കൊടുക്കുന്ന സമയത്ത് SBIക്ക് ഈ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ SBI പറയുന്ന പോലെ ഈ ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന് SBI പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഉത്തരവ് എന്താ? ഇതിൽ ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു. രാജ്യത്ത് പണം എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു തിരിച്ചറിയാനുള്ള ഒരു മെക്കാനിസം തീർച്ചയായും അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് SBIയുടെ കയ്യിൽ രേഖകളുള്ളത്. രാജ്യത്ത് ഈ കോർപ്പറേറ്റ് കമ്പനികൾ ഇത് വാങ്ങുമ്പോൾ, ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്ന സമയത്ത് അവരുടെ ബാലൻസ് ഷീറ്റിൽ ഇത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാർട്ടികൾ കൊടുക്കുന്ന അഫിഡവിറ്റിൽ ഇത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. SBIയുടെ കയ്യിൽ കണക്കുണ്ട്. ഇതല്ലേ സുതാര്യമായിട്ടുള്ള രീതി? മറുവശത്ത് പൂർണ്ണമായിട്ടും കള്ളപ്പണ ഇടപാടിൽ നടന്നിരുന്ന ഒരു പരിപാടിയെ അത് മാറ്റിക്കൊണ്ട് രാജ്യത്ത് ഒരു നിയതമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി അത് നിരാകരിച്ചു എന്നുള്ളത് ശരിയാണ്. ഈ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഏത് ED പിഴയുടെ പേരിലാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ DMKക്ക് പണം കൊടുത്തിട്ടുണ്ടാവുക? ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ
ED റെയ്ഡ് നടക്കും മുമ്പ് അല്ലെങ്കിൽ മറ്റ് റെയ്ഡുകൾ നടന്നതിന് ശേഷമാണ് എന്ന് പറയുന്നത് എന്ത് അർത്ഥമുള്ളത്? അങ്ങനെ എന്ത് തെളിവാണുള്ളത്? നിങ്ങളെ എല്ലാം ഊഹം മാത്രമാണുള്ളത്. ഊഹം മാത്രമാണ്. പണം കൊടുത്തതിന് ശേഷം പണം കൊടുത്തതിന് ശേഷം നടന്നു സെക്ടറുകളിലെ കമ്പനികളാണ് വലിയ തോതിൽ പണം ഇലക്ട്രൽ ബോണ്ടായി കൊടുത്തിട്ടുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ, അതുപോലെ തന്നെ മൈനിങ്, നിർമ്മാണം, അതായത് സർക്കാരിന്റെ ലൈസൻസോ സർക്കാരിന്റെ അനുമതിയോ ഒക്കെ ആവശ്യമുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് അവാർഡ് ചെയ്യപ്പെട്ട കൺസ്ട്രക്ഷൻ പോലെയുള്ള മേഖലകളിൽ ഇപ്പോൾ എത്ര ഉദാഹരണങ്ങൾ നോക്കൂ. ഇവിടെ ഇപ്പോൾ 2ാം നമ്പർ വലിയ ഡോണറായിട്ടുള്ള മേഘ, അവർക്ക് താനെ ബോറിവല്ലി ടണൽ പ്രോജക്റ്റ് കിട്ടുന്നു. എത്ര കോടിയുടെ പ്രോജക്റ്റാ? 14,400 കോടിയുടെ താനെ ബോറിവല്ലി ടണൽ പ്രോജക്റ്റ് കിട്ടുന്ന മേഘ, ആ പ്രോജക്റ്റ് കിട്ടുന്നതിന് ഒരു മാസം മുൻപ് 140 കോടിക്കാണ് ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ആ 140 കോടിയുടെ ബോണ്ട് ഏത് പാർട്ടിയിലേക്കാണ് പോയത്? അത് പ്രോക്കോയാണോ? ഞങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പണം നൽകണം എന്നുള്ളതാണോ ഇടപാട് എന്ന് ഈ രാജ്യം അറിയണ്ടേ ശ്രീ സന്ദീപ് വാര്യർ? ഒരു സെക്കൻഡ്, 2-3 കാര്യങ്ങൾക്ക് മറുപടി വേണം. കുറച്ച് സമയം തരണം. ഒന്ന്, രാജ്യത്ത് ഏതെങ്കിലുമൊക്കെ ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ ഏതെങ്കിലുമൊക്കെ അവരുടെ പ്രൊജക്റ്റുകൾ വരാത്ത കമ്പനികളുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും. ഈ കമ്പനികളൊന്നും രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സംഭാവന കൊടുക്കരുത് എന്നെങ്ങനെ പറയാൻ സാധിക്കും? രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല കമ്പനികൾക്കെതിരായും പല ലീഗൽ നടപടികളും പല കോടതികളിലുണ്ടാകാം, പല ഏജൻസികളിലുണ്ടാവാം. അവരൊന്നും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിയമപരമായ രീതിയിൽ സംഭാവന കൊടുക്കാൻ പാടില്ല. അതെല്ലാം ക്വിഡ് പ്രോക്കോ ആണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ നേരത്തെ അതുകൊണ്ടാണ് ചോദിച്ചത്, DMK-ക്ക് കൊടുത്ത പണം എന്തിനാ സാന്റിയാഗോ മട്ടൻ DMK? ഞാൻ പൂർത്തിയാകട്ടെ. രണ്ടാമത്തെ കാര്യം അല്ല, അത് തന്നെ ഞാനും പറയുന്നത്. അതെന്താ BJP-ക്ക് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അതായിരിക്കും. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒരു സെക്കൻഡ് അല്ല, ഞാൻ പറയട്ടെ. ഒരിക്കലുമല്ല ഞാൻ പറയട്ടെ. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതലായി താല്പര്യം കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഒന്ന്, നിങ്ങൾ പറയുന്ന മേഘ തന്നെ DMK-ക്ക് പണം കൊടുത്തിട്ടുണ്ടല്ലോ. മേഘ തന്നെ DMK-ക്ക് പണം കൊടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം BJP-ക്ക് കൊടുത്തു. നിങ്ങൾ എങ്ങനെയാണ് ഊഹിക്കുന്നത്? കണക്കുകൾ പൂർത്തിയാവുന്ന സമയത്ത് ഈ കണക്കുകളെല്ലാം നിങ്ങൾ ഇതേ പാനൽ വിളിക്ക്. അത് ഞാൻ ചർച്ചയ്ക്ക് പറയും. കോൺഗ്രസ്സുകാര് ജൂൺ 30 വരെ ഞങ്ങൾക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞത് SBI സുപ്രീം കോടതി ചെവിക്ക് പിടിച്ചപ്പോ രണ്ട് തരത്തിലുള്ള 2 കവറുകൾ കൊടുത്തിട്ട് ഇതിന്റെ മാച്ചിങ് കോഡ്, സീരിയൽ നമ്പറും അതുപോലെ തന്നെ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് SBI. നിങ്ങളുടെ ബാങ്ക്, നിങ്ങളുടെ കണക്ക് പുറത്തുവിടുന്നേ. അപ്പൊ നമുക്കറിയാലോ, ഊഹിക്കേണ്ട കാര്യമില്ലല്ലോ. അഭിലാഷേ, ഞാൻ പഴയൊരു കേസിന്റെ കഥ ഞാൻ പറയാം. പണ്ട് റഫേലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സീൽഡ് എൻവലപ്പിലെ കൊടുക്കാൻ പാടൂ എന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവൻ അഴിമതി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് 2 ദിവസം ചർച്ച നടത്തി. അവസാനം കോടതിയിൽ ഈ സാധനങ്ങൾ പുറത്തു വന്ന് കോടതിയുടെ ഉത്തരവ് വന്ന ശേഷം നിങ്ങൾ മര്യാദയ്ക്ക് ചർച്ച പോലും നടത്തിയിട്ടില്ല. അതുപോലെ ഇതിലും സംഭവിക്കും. ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് ആർക്കൊക്കെ പണം കിട്ടി എന്നുള്ളത് പുറത്തു വരട്ടെ. ഞങ്ങൾക്ക് ഒരു പരാതി ആയില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് 16 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു സെക്കൻഡ് അഭിലാഷ് തടസ്സപ്പെടുത്തരുത്. ഈ രാജ്യത്ത് 16 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാഭാവികമായും കിട്ടിയിട്ടുള്ള പണം 6,000 കോടി രൂപയാണെങ്കിൽ അപ്പുറത്ത് 1,400 കോടി കിട്ടിയ കോൺഗ്രസിന് എത്ര MP-മാരുള്ളത്? 50 MP-മാർ, 52 MP-മാരുള്ള കോൺഗ്രസിന് എങ്ങനെയാ 1,400 കോടി കിട്ടിയത്? നിങ്ങൾ കണക്കെടുത്ത തലയെണ്ണി പൈസ കൊടുക്കുന്ന ഏർപ്പാടല്ല ഇലക്ട്രൽ ബോണ്ട്.